കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റ് ഈ എപ്പിസോഡിൽ ഒരു കുടുംബ വഴക്കിനെ തുടർന്ന് ഒരു 1.25 വയസ്സുള്ള ഒരു മോനെ ഒരു യുവതി കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൻ്റെ നാൾവഴികളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സഞ്ചാരം. ഈ കുടുംബ വഴക്കുകളിലെ ചില പ്രതികാരങ്ങളൊക്കെ നിലവിട്ട് പോകുന്ന അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് പോകുന്ന ചില സംഭവങ്ങൾ, അതിലൊരു സംഭവത്തിലൂടെയാണ് ഇന്നത്തെ സഞ്ചാരം. നമ്മുടെ മുൻ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ലീഡർ അഡ്വക്കേറ്റ് സി കെ രാമചന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം സി കെ രാമചന്ദ്രനും ചാർജ് ഷീറ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ കൊലപാതകങ്ങൾ പലപ്പോഴും ആളുകൾക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഓരോ സംഭവങ്ങളും നടന്നാലും എന്തെങ്കിലുമൊക്കെ തെളിവുകളോട് ബാക്കി വെച്ചിട്ടാണ് ഓരോ ഇൻസിഡൻറ്റും കടന്നു പോവുക. ദൃക്സാക്ഷികൾ വേണമെന്നില്ല. ഈ 1.25 വയസ്സുള്ള ഈ മകൻ എവിടെയാണ് ശരിക്കും അവർ? ആ മകൻ്റെ പേരെന്താണ്? അതിനാൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. 1.25 വയസ്സ് മാത്രമേ മരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൂ. നല്ലൊരു മോനാണ്. അവരെ താമസം എലാങ്കോടാണ്, പാനൂരിനടുത്ത് എലാങ്കോടാണ്. അപ്പോൾ ഈ പ്രതിയുടെ ഭർത്താവ് ഈ സംഭവ ദിവസം രാവിലെ 5 മണിക്ക് എയർപോർട്ടിലേക്ക് പോയിരുന്നു. അതിന് ശേഷമാണ് സംഭവം. രാവിലെ 5 മണിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഈ അതിനാൻ്റെ അമ്മയും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളും പിന്നെ ഈ പ്രതിയും ഒക്കെ അവിടെ വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 5 മണിക്ക് പോയതിന് ശേഷം ഏകദേശം ഒരു 8 മണിയോടുകൂടി ഇവർ പ്രഭാത ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരും മേശയിൽ ഒത്തുകൂടി. ആ സമയത്ത് ദൃക്സാക്ഷി പറഞ്ഞത്, ഈ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ബന്ധുക്കളും എല്ലാവരും പറഞ്ഞത്, ഈ പ്രതിയുടെ കയ്യിൽ ഈ 1.25 വയസ്സുള്ള മോനുണ്ടായിരുന്നു. അവർ മെല്ലെ പുറത്തേക്ക് പോയതായിട്ടും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മരിച്ചുപോയ അതിനാൻ്റെ ഉമ്മ അതിനാനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി എവിടെയും കാണാനില്ല. അവനാണെങ്കിൽ കുറച്ചൊരു എന്താ പറയുക, ഒരു അധികം കുസൃതിയുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിന്നെ ഉണ്ടാകും. അപ്പോൾ എത്ര വിളിച്ചിട്ടും അതിനാനെ കാണാനില്ല. അതോടുകൂടിയാണ് വീട്ടിലൊരു ഭയാശങ്കയും ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും വളരെ കാര്യമായി ശ്രദ്ധിച്ചു. പിന്നെ വീടിന് ചുറ്റും അവർ കുട്ടിയെ അന്വേഷിച്ച് പോയി. എവിടെയും കുട്ടിയെ കാണാനില്ല. അങ്ങനെ അതിൽപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന ഒരു ബന്ധു ഈ വീട്ടിൻ്റെ പിന്നെ ഒരു ഭാഗത്തുള്ള അധികം ഉപയോഗിക്കാത്തൊരു കിണറുണ്ട്. അതിൽ നിന്നല്ല അവർ വെള്ളം എടുക്കുന്നത്. ആ കിണർ അധികം ഉപയോഗിക്കാത്തൊരു കിണറാണ്. ആ ഭാഗത്തേക്ക് വെറുതെ പോയപ്പോൾ അവിടെ അധികവും ആഴമൊന്നും ഇല്ലാത്തൊരു കിണറിൽ ഈ കുട്ടിയെ കണ്ടുന്നില്ല. അതോടുകൂടി ആ വീട്ടിൻ്റെ അന്തരീക്ഷം മാറി. അവർ പിന്നെ പോലീസിനെ വിളിച്ചു. അന്നത്തെ SI അവിടെ വീട്ടിൽ വന്നു. അങ്ങനെ അവർ അന്വേഷണം തുടങ്ങി. അവസാനം കുട്ടിയുടെ മൃതദേഹം ഈ പറയുന്ന കിണറിൽ കാണുന്നു. ഒരു പൊട്ടക്കിണറാണ്. പൊട്ടക്കിണർ അധികം ഉപയോഗിക്കാത്തൊരു കിണറാണ്. അവിടെ കാണുക. അത് ഏകദേശം അവർ അന്വേഷിച്ചൊരു 8 മണി 8:30 9 കൂടിയാണ് ഈ കുട്ടിയെ കാണുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. ഈ കുട്ടിയും പ്രതിയും തമ്മിലുള്ള ബന്ധം എന്താണ്? കുട്ടിയുടെ പിന്നെ ഉമ്മയുടെ സഹോദരനാണ് പ്രതിയുടെ ഭർത്താവ്. അപ്പോൾ അവർ സഹോദരന്മാരാണ്. അന്ന് രാവിലെ 5 മണിക്ക് പ്രതിയുടെ ഭർത്താവ് ഗൾഫിലേക്ക് പോയിന്നില്ലയാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരും അവിടെ ഒത്തുകൂടുന്നത്. അങ്ങനെയാണ് ആ സംഭവത്തിൻ്റെ തുടക്കം അവിടെയാണ്. ഈ പ്രതിയുടെ പേരെന്താ? നൈമ എന്നാണ് പ്രതിയുടെ പേര്. എത്ര വയസ്സുണ്ടാവും? ഏകദേശം ഒരു 30 വയസ്സിൻ്റെ അറൗണ്ട് മുകളിലോ താഴെയായി. അവർക്ക് കുട്ടികളുണ്ടോ? അവർക്ക് കുട്ടികളൊന്നുമില്ല. കുട്ടികളൊന്നുമില്ല. ഈ കുഞ്ഞിനെ അവരവിടെ വന്നതാണ്, ഈ ഭർത്തൃ സഹോദരി അവിടെ വന്നതാണ്? അല്ലല്ല, അവരവിടെയാണ് താമസം. അവിടെയാണ് ഈ ഭർത്തൃ സഹോദരിയും അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളും, ഈ പിന്നെ ഇവരുടെ ഭർത്താവിൻ്റെ ഉമ്മയുടെ സഹോദരന്മാർ ഒക്കെ ഉണ്ട്. ഈ പ്രതി അവിടെയാണ് താമസിക്കുന്നത്. അവരെല്ലാവരും ഒരുമിച്ച് ഒരു ജോയിന്റ് ഫാമിലി ആണ്. ഇവള് തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം പോലീസ് അവിടുന്ന് എടുത്തു, നേരെ പോസ്റ്റ്മോർട്ടത്തിന്. കുട്ടി അപ്പോഴത്തേക്കും മരിച്ചിരുന്നു. കൊന്നിട്ടാണ് കൊണ്ടുപോയിട്ടത്? അത് അങ്ങനെയല്ല, കിണറ്റിൽ ഇട്ടാൽ തന്നെ. കാരണം കുറച്ച് വെള്ളമുണ്ട്, പിന്നെ ഒരു പൊട്ടക്കിണറാണ്. കുറച്ച് സമയം ഒരു കുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സഫോക്കേഷനാണ്, ശ്വാസം മുട്ടിയിട്ടുള്ള മരണമാണ്, ഡ്രൗണിങ് എന്നതിന് പറയാം. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ആ സമയത്ത് ഈ സംശയങ്ങളൊന്നുമില്ല, ഒരു ബോഡി കണ്ടെത്തി. പക്ഷേ 1-2 ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന കുട്ടി
ഒക്കത്തുണ്ടായിരുന്ന കുട്ടി എങ്ങനെ ഈ കിണറ്റിലെത്തി എന്നുള്ളൊരു സംശയം ചില ആളുകൾ പ്രകടിപ്പിച്ചതായി സാക്ഷിമൊഴിയായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇവരുടെ കയ്യിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്, ഇവരുടെ ഒക്കത്തായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ആ കുട്ടി എങ്ങനെ ഈ കിണറിന് സമീപം, കാരണം കിണറിന് ആൾമറിയുണ്ട്. അപ്പോൾ എന്തായാലും ഈ 1.25 വയസ്സുള്ള കുട്ടി കിണറിൻ്റെ മുകളിൽ കയറി വീഴാനുള്ള സാധ്യതയില്ല, ആൾമറയുള്ള കിണറാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആ സമയത്ത് തന്നെ ഒരു മർമറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു സാഹചര്യം ആ വീട്ടിൽ ഉടലെടുത്തു. ഉടനെ തന്നെ പിന്നെ ഈ കോഴിക്കോട് എയർപോർട്ടിനടുത്തേക്ക് എത്താനായിട്ടുള്ള ഭർത്താവിനെ വിവരം അറിയിക്കുന്നുണ്ട്. ഭർത്താവ് ഉടനെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഗൾഫിൽ പോകുന്നത് ഇഷ്ടമല്ലാത്ത പ്രതി, അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ അവിടെ തന്നെ അത് ഒരു വളരെ എസ്റ്റാബ്ലിഷ് ആയ രീതിയിലുള്ള ഒരു സംസാരങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഭർത്താവ് ഗൾഫിൽ പോകുന്നത് ഇഷ്ടമല്ലാത്തതിന് ഭർത്തൃ സഹോദരിയെ കുട്ടിയെ കൊല്ലുന്നതിന് അതൊരു വളരെ വളരെ റീസണബിൾ ആയിട്ടൊരു ചോദ്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഗൾഫിലേക്ക് അയക്കാതിരിക്കാനും അതെങ്ങനെയെങ്കിലും തടയാന്നുള്ള ഒരു ഉദ്ദേശം അത് കൂടാതെ കണ്ട് 1-2 പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടാണ് എന്ന് പറയുമ്പോൾ ഈ മരിച്ച അദ്നാൻ്റെ ഉമ്മയോടുള്ള വിരോധം, തൻ്റെ സ്വന്തം ഭർത്തൃ സഹോദരിയോടുള്ള വിരോധം മറ്റു പല രീതികളിലും ഈ പ്രതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് യുക്തമായ രീതിയിലുള്ള തെളിവുകളുണ്ട്. എന്താണ് അവരോടുള്ളത്? ഒന്നാമത്തെ തെളിവ്, ഈ അദ്നാൻ്റെ ഉമ്മയുടെ ഫോട്ടോ വെച്ചുകൊണ്ട്, ഫോൺ നമ്പറും വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുകയും, എവിടെയും കാണാത്തൊരു സംഗതിയാണ്, ആ പോസ്റ്റർ കൊണ്ടുപോയി റോഡിൽ ഒട്ടിക്കുകയും ചെയ്തു എന്നുള്ളതിന് തെളിവുണ്ട്. അത് ഒട്ടിക്കുന്ന ആളെ കണ്ടിരുന്നു. ഒട്ടിക്കുന്ന ആളെ കണ്ടത് അതിനടുത്തുള്ള പള്ളിയിലൊരു ഉസ്താദാണ്. ഒന്നും കളവ് പറയാത്തൊരു വളരെ സ്വാത്വികനായ ഒരു മനുഷ്യൻ വളരെ അക്ഷോഭ്യമായി കോടതിയിൽ വന്ന് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒട്ടിച്ച അദ്ദേഹം പിന്നെ ഇതിൽ സാക്ഷിയായിരുന്നു, പക്ഷെ അദ്ദേഹം വന്നില്ല, അദ്ദേഹം വിസ്തരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചു, ഇത് ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഫോട്ടോ ഒട്ടിയെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഒരു ദുർനടപ്പുള്ള സ്ത്രീയാണ്, അതുകൊണ്ടാണ് ഫോൺ നമ്പർ വെക്കുന്നത്. ഫോൺ നമ്പർ വെച്ചിട്ട് ആളുകളെ അറിയിക്കുകയാണ്, ഒന്നുമില്ല വെക്കുന്നു, യു ക്യാൻ കോൾ ഹെർ എന്നുള്ള രീതിയിലാണ്. ഒന്നത്. രണ്ടാമത്തെ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കത്തുണ്ടായിരുന്നു. അത് ഈ പ്രതി ഭർത്താവിൻ്റെ ഉമ്മക്കാണ് കത്ത് കൊടുക്കുന്നത്. ആ കത്തിൽ ഭർത്താവിന് സഹോദരിയോടും ഉമ്മയോടും വിരോധമാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില എഴുത്തുകളാണ് ആ കത്തിലുണ്ടായിരുന്നത്. അത് കോടതി രേഖയായി മാർക്ക് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ആ കത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റായി മാറി. ഉള്ളടക്കം പിന്നെ ഭർത്താവിന് സഹോദരിയോട് വിരോധമാണ്. എന്തുകൊണ്ടാണെന്നും പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പ്രതിയുടെ വിരോധമാണ് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത്. ഭർത്താവിനെ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ ഒരു കത്ത് ഞാൻ എഴുതിയിട്ടില്ല എന്ന് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ ഭർത്താവ് കോടതിയിലും മൊഴി കൊടുത്തിട്ടുണ്ട്, പോലീസിനും മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഇതിൽ മോട്ടീവ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യ തെളിവാണ്. സാഹചര്യ തെളിവല്ല, ജീവിക്കുന്ന തെളിവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇതിൽ 18 സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളൂ. ആകെ 18 സാക്ഷികൾ. അതിൽ ഈ കുട്ടിയുടെ ഉമ്മയുണ്ട്, ഉമ്മയുടെ ഉമ്മയുണ്ട്, ഈ കത്ത് ഒട്ടിക്കുന്നത് കണ്ട ആ പള്ളിയിലെ മതപുരോഹിതനുണ്ട്, അതേപോലെ അതുമായി ബന്ധപ്പെട്ട പോലീസും ഡോക്ടർമാരും ഒക്കെ ഉൾപ്പെടുന്ന 18 സാക്ഷികൾ മാത്രമേ വിസ്തരിച്ചിട്ടുള്ളൂ. ഈ കുട്ടിയുടെ ബോഡി കൊണ്ടുവന്ന് സംസ്കരിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഇവരിലേക്ക് പോലീസ് പോയിട്ട്. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞ് ഇവളെ ചോദ്യം ചെയ്യാൻ? വളരെ 3-4 ദിവസം കൊണ്ട് ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ 4 ദിവസം ഇവളുണ്ടായ ഭാവമാറ്റത്തെക്കുറിച്ചൊക്കെ ഭർത്താവിനോട് ഉള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ സംശയമാണ്. എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, പോവാൻ അനുവദിച്ചില്ല എന്നുള്ള ഒരു സംഗതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു അത്യാഹ്ലാദം, ഒരു അതിഭയങ്കരമായ സന്തോഷം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി. കാരണം എല്ലാവരും വളരെ ചെറിയ കുട്ടി മരിച്ചതുകൊണ്ട് കുട്ടിയുടെ ഉമ്മ ഉൾപ്പെടെ ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെ ആ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഉൾപ്പെടെ ഒരു ശ്മശാനമുഖമായ ഒരു അന്തരീക്ഷമായിരുന്നു എങ്കിലും പൊട്ടിച്ചിരികളും അതുപോലെ തന്നെ സന്തോഷം പങ്കുവെക്കലും ഒക്കെ ആയിട്ട്
യാതൊരു കൂസലുമില്ലാതെ പ്രതി അങ്ങനെ ഒരു പ്രതി മാനസികാവസ്ഥ. അങ്ങനൊരു മാനസികാവസ്ഥയിൽ പ്രകടിപ്പിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് മാത്രമല്ല, ആ മോന് ഈ കുട്ടി പിന്നെ പുറത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഭക്ഷണം കൊടുത്തു എന്ന് പോലും ആ കുട്ടിയുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ആരാ ഭക്ഷണം കൊടുക്കുന്നത്? ഈ പ്രതി. ഈ ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. ആ സമയത്ത് കുട്ടിക്ക് വേണ്ടി അവിടുന്ന് ഭക്ഷണം എടുത്ത് ഈ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നതായിട്ട് ഇവർ കണ്ടിട്ടുണ്ട്. ഇവളെ കസ്റ്റഡിയിൽ പോലീസ് എടുക്കുമ്പോൾ ഇവിടെ നിലപാട് എന്തായിരുന്നു? കസ്റ്റഡിയിൽ പോലീസ് എടുക്കുമ്പോൾ ഇവള് ഭയങ്കര ബഹളവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല. കാരണം മറ്റ് ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്നവർക്കോ ഇങ്ങനെയുള്ള ഒരു സംഗതിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ ഈ മോട്ടീവ് കൂടി വന്നതോടുകൂടി ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നൊരു പോസ്റ്റർ, സഹോദരിയോടുള്ള വിരോധം പ്രകടിപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കി ഒട്ടിക്കുകയും പിന്നെ ഈ ഇല്ലാത്ത കത്ത് എന്ന് പറഞ്ഞ് ഇവരെന്നെ എഴുതി തയ്യാറാക്കി അത് അവസാനം ഇവരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് പോലും തെളിഞ്ഞിട്ടുണ്ട്. തെളിഞ്ഞു. അല്ല, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? ശരിക്കും പുറത്തു വരുന്നത് അവരുടെ കുടുംബങ്ങൾക്കിടയിൽ തന്നെ ഒരു ചർച്ചയുണ്ടായി. അതായത് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പ്രതിയുടെ കയ്യിലായിരുന്നു ഈ മോൻ ഉണ്ടായിരുന്നത്. അതൊരു പ്രധാന തെളിവാണ്. അതാണ് ഏറ്റവും അതിൽ നമ്മളെ ലീഗൽ ജൂറിസ്പ്രുഡൻസിൽ ലാസ്റ്റ് സീൻ തിയറി എന്നൊക്കെ പറയുകയാണെങ്കിൽ, പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇതിൽ പറയേണ്ടി വന്നിട്ടില്ല. എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളെ അവസാനമായി ഒരു സ്ഥലത്ത് കാണുന്ന ഒരാൾ, വിത്തിൻ നോ ടൈം അതിലൊരു വ്യക്തി മരണപ്പെടുന്നു. ആ സമയത്താണ് ലാസ്റ്റ് സീൻ തിയറി എന്ന് പറയുന്ന ലീഗൽ പ്രിൻസിപ്പിൾ അതിൽ ബാധകമാകുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂഷൻ കേസ് ഞാൻ നടത്തുന്നുണ്ട്. ഒരു ലേഡിയെ കിണറ്റിൽ തള്ളിയിട്ട് കൊണ്ടൊരു കേസ് നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഇവൾ ഈ കുട്ടിയെ ഇവൾക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കില്ല കുട്ടി അവളുടെ ദേഹത്ത് ഒട്ടിപ്പിടിച്ചിരുന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ കുട്ടി കരഞ്ഞിട്ട് കുതിരി മാടും. ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് ഇവളിങ്ങനെ കൊണ്ടുപോകുന്നത്, അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് ആരെങ്കിലും കണ്ടതായിട്ട്? നടന്നു പോകുന്നത് ഉമ്മ കണ്ടിട്ടുണ്ട്. ആ വീട്ടിലെ പിന്നെ മുതിർന്ന ഒരു സ്ത്രീ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വീട്ടിലുള്ള മറ്റ് ഈ പിന്നെ ഇവരുടെ ഈ പ്രതിയുടെ ഭർത്താവിൻ്റെ ഉമ്മയുടെ ഒരു സഹോദരനുണ്ട്, അവരും കണ്ടിട്ടുണ്ട്. അവരെല്ലാം വളരെ കൃത്യമായി ഒരു വ്യത്യാസമില്ലാതെ വളരെ പ്രകടമായ രീതിയിൽ അത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കോടതിക്ക് വിശ്വസിക്കാതിരിക്കാൻ യാതൊരു സംഗതിയുമില്ല. ഈ പോലീസ് ഇവളെ ഈ സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോകണം, പ്രതിയാണല്ലോ. അപ്പൊ അവരാദ്യം അത് എതിർക്കുന്നു. അതിനുശേഷം അവർ കുറ്റസമ്മത മൊഴി ഉണ്ടാവുമല്ലോ, അതിനകത്ത് എന്തെല്ലാം അവർ പറയുന്നത്? കുറ്റസമ്മത മൊഴി എന്ന് പറയുന്നത് അത് അത്ര പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ല. കുറ്റസമ്മത മൊഴി ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് എ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലീഗൽ സാങ്ക്ടിറ്റി എന്ന് പറയുമ്പോൾ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള certain ഡയറക്ഷൻ മാത്രമാണ്. അതിന് എവിഡൻസറി വാല്യൂ ഒന്നുമില്ല. എന്നാലും അതിലവർ ആ കുറ്റസമ്മത മൊഴിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ എന്നോട് സംഭവിച്ചു പോയി എന്ന രീതിയിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് ഷുഡ് ബി പ്രൂവ്ഡ്. ഒരു എവിഡൻസ് ആയിട്ട് അത് എടുക്കാൻ കഴിയില്ല. അതാണ് അത് എവിഡൻസ് ആയിട്ട് എടുക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. പക്ഷേ മിക്കവാറും ഒരു 90-95% കേസുകളിലും അങ്ങനെയുള്ള, ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ കേൾക്കാം, പ്രതി കുറ്റം സമ്മതിച്ചു, പോലീസിനോട് കുറ്റം സംഭവിച്ചു. അതൊരു എവിഡൻസ് അല്ല എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലീസിന് അന്വേഷിച്ച് തെളിവ് കണ്ടുപിടിക്കാൻ ആവശ്യമായ ഒരു ഡയറക്ഷൻസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ആ സമയത്ത് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് തന്നെ 2 ദിവസം കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ശേഖരിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഈ പറഞ്ഞ സാക്ഷിമൊഴികൾ, നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റർ ഒട്ടിക്കുന്നത് കണ്ടത്, കുട്ടിയെ ലാസ്റ്റ് സീനിൽ കുട്ടിയെ എടുത്ത് നടക്കുന്നത് കണ്ടത്, അതിനപ്പുറത്തേക്ക് പിന്നെ മറ്റൊന്നുമില്ലല്ലോ. മറ്റു ഡയറക്റ്റ് എവിഡൻസുകളും അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. പിന്നെ അവരെ കസ്റ്റഡിയിൽ വാങ്ങി പിന്നെ ഈ സ്ഥലം അവർ കാണിച്ചു കൊടുക്കുന്നത്, ഈ കിണർ കാണിച്ചു കൊടുക്കുന്നവരാണ്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ നടക്കും. പിന്നെ ഈ കിണറും ഈ വീടും തമ്മിൽ 11 മീറ്ററോളം മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ ദൂരം കോട്ടയാടിൻ്റെ മുറ്റത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കിണർ. പക്ഷേ സാധാരണഗതിയിൽ കുട്ടികൾ ആ കിണറിന് സമീപം പോയി കളിക്കുകയോ ഒന്നും സാധാരണഗതിയിൽ ചെയ്യുന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിലാണല്ലോ ഈ കുട്ടി അങ്ങോട്ടേക്ക് പോവുകയും, പക്ഷെ അതിനും സാധ്യതയില്ല. ഇത് ചെറിയ 1.25 വയസ്സുള്ള കുട്ടിയാണ്. ഏകദേശം സാധാരണ നമ്മളെ കിണറിനുള്ള അത്രയും ആൾമറ അതിനുണ്ട്. അപ്പോൾ ആൾമറ മാത്രമല്ല, അതിന് പിന്നെ പ്ലാറ്റ്ഫോമും ഉണ്ട്. ആ പ്ലാറ്റ്ഫോമുണ്ട്.
ഈ പ്ലാറ്റ്ഫോറത്തിൻ്റെ മുകളിൽ കയറി നിന്ന കുട്ടിക്ക് കണ്ടിട്ട് നോക്കാൻ പോലും കഴിയില്ല, അത്ര ഉയരമില്ല. കൊണ്ടുപോയി അങ്ങോട്ട് ഇട്ടാൽ അപ്പം സംബഡി ഹാസ് ടു എന്താ പറയുക, പുൾ ഇറ്റ്. വേറെ ആരിലേക്കും വേറെ ആരിലേക്കും സംശയം പോകുന്നില്ല, ഈ സ്ത്രീയിൽ മാത്രമാണ്. കാരണം ഈ സ്ത്രീ ഈ കുഞ്ഞിനെ എടുത്ത് പുറത്ത് പോകുന്ന സമയത്ത് ഓൾ ആർ അറൗണ്ട് ദി ഡൈനിങ് ടേബിൾ. അപ്പോൾ പിന്നെ സംശയത്തിന് ഒരു ഇടയില്ല. അപ്പോൾ ഇതാണ് ഈ കേസിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ സാഹചര്യ തെളിവുകളൊന്നും തന്നെ അവിശ്വസിക്കേണ്ടതായ ഒരു സംഗതിയില്ല. എസ്പെഷ്യലി ആ മോട്ടീവ് വളരെ വ്യക്തമാണ്. ആ മോട്ടീവ് എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയോട്, ഈ കുഞ്ഞിൻ്റെ അമ്മയോട് അതിശക്തമായ വിരോധമുണ്ട്. അല്ലെങ്കിൽ ആരും ഇങ്ങനത്തെ ഒരു അബ്നോർമൽ പണിയെടുക്കില്ല. അവർ ശരിക്കും അബ്നോർമൽ ആയിരുന്നു. അബ്നോർമൽ ഒന്നുമല്ല അവരെ ഈ എവിഡൻസിന് വരുമ്പോഴും, അതുപോലെ തന്നെ എവിഡൻസ് കഴിഞ്ഞ് പോകുമ്പോഴും, അതുപോലെ തന്നെ ശിക്ഷ കേട്ടിട്ട് പോകുമ്പോഴൊക്കെ ഷീ വാസ് നോർമൽ. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ അവർ ആ സമയത്ത് ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവരെ ഭർത്താവ് അവരെ മൊഴി ചൊല്ലി. അപ്പോൾ പിന്നെ എന്താണ് മുന്നോട്ടുള്ള എന്നുള്ള ഒരു നിർവികാരത ഉണ്ടായിരുന്നു. എന്നല്ലാതെ കണ്ട് ഒരു കുറ്റബോധമൊന്നും നമുക്ക് കാണാനില്ല. മുഖമൊക്കെ മറിച്ചിട്ടാണ് പോകുന്നത് എങ്കിലും ഒരു കുറ്റബോധമൊന്നും ആ മുഖത്ത് കാണാനില്ല. കുറ്റബോധം ഒരാളുടെ മുഖത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എക്സ്പ്രഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതി അതൊക്കെ നിരീക്ഷിക്കും. ദി മാനറിസം, അവരുടെ ബിഹേവിയർ ഇൻ ദി ബോക്സ്, അതൊക്കെ കോടതി നിരീക്ഷിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതൊക്കെ നിരീക്ഷിക്കും. അത് നമ്മളും പൊതുവെ നിരീക്ഷിക്കും. നമ്മളും പ്രതികളെ കാണുമല്ലോ. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു കുറ്റബോധമോ അതിൻ്റെ ഒരു മ്ലാനതയോ ഒന്നും അവരുടെ മുഖത്ത്. ഈ പൊതുവേ സ്ത്രീകൾ ഇങ്ങനെ കുറ്റകൃത്യത്തിൽ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഒരമ്മ തുനിയുക എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് വിഷയമാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വന്നത്. ഒന്ന്, ഭർത്താവ് രാവിലെ 5 മണിക്ക് പോകുന്നത് ഈ സ്ത്രീ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഭർത്താവ് അങ്ങെത്താൻ പാടില്ല, തിരിച്ചു വരണം. സ്വാഭാവികമായിട്ടും കുട്ടിയോട് അമിതമായ സ്നേഹവും വാത്സല്യവും കാണിച്ച ഈ സ്ത്രീയോട് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ആരും ഉന്നയിക്കില്ല എന്നുള്ള ഒരു അല്പബുദ്ധിയുടെ ഭാഗമാണ്, ഒരു അല്പബുദ്ധിയാണത്. സ്വാഭാവികമായിട്ടും നമ്മളെ പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ ശാസ്ത്രീയമായി കാര്യങ്ങൾ ചെയ്യുന്ന പോലീസാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളുടെയും എല്ലാം സാന്നിധ്യവും അവരുടെ മൊത്തത്തിലുള്ള അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അപഗ്രഥിക്കാനും അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ, അങ്ങനെ ഒരുപാട് കാലമൊന്നും പോയിട്ടില്ല, വളരെ എളുപ്പത്തിൽ ഈ ഓരോ വ്യക്തികളെയും ഓരോ അംഗങ്ങളെയും ചോദ്യം ചെയ്യുമ്പോൾ തന്നെ പോലീസിന് ഏകദേശം ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ ഫോട്ടോ, ഈ ഭർത്തൃ സഹോദരിയുടെ ഫോട്ടോ എല്ലാം ഇവരെവിടുന്ന് കളക്ട് ചെയ്തു, എന്തിനത് ചെയ്തു എന്നൊക്കെ പോലീസിനോട് അവരെന്താ പറയുന്നത്? അതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായി അവർ തയ്യാറാക്കി. കാരണം അവർ തയ്യാറാക്കി ഒട്ടിക്കാൻ വേണ്ടി, പോസ്റ്റർ പതിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ച കക്ഷിയെ പോലീസ് ചോദ്യം ചെയ്തു. അത് പിന്നെ ഈ സ്ത്രീയുമായിട്ട് പിന്നെ എന്തൊക്കെ തരത്തിലുള്ള ബന്ധം ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഒരു വലിയൊരു അന്വേഷണമൊന്നും പോയിട്ടില്ല. ആൺകുട്ടി ഒരു 10-25 വയസ്സുള്ള ആൺകുട്ടി. അയൽവാസിയാണോ? ഏകദേശം അയൽവാസിയാണ്. ഇവർ തമ്മിൽ ഫോണിൽ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ് ഈ സ്ത്രീയുടെ മൊഴി. അവൻ്റെയും മൊഴി അങ്ങനെ തന്നെയാണ്. അവർ തമ്മിലൊരു അവളല്ല. അതായത് ഈ പോസ്റ്റർ കൊണ്ടുപോയി പതിച്ചപ്പോൾ അത് ഈ പള്ളിയിലുള്ള പുരോഹിതൻ കാണുന്നു. ഈ 25-കാരൻ പതിക്കുന്നത് ഈ പള്ളിയിലുള്ള പുരോഹിതൻ അയാൾ ചോദ്യം ചെയ്തു. അപ്പോൾ അവൻ കാര്യമായ ഉത്തരവൊന്നും പറഞ്ഞില്ല. അവൻ വളരെ വെപ്രാളപ്പെട്ട് പോയി എന്നാണ് അദ്ദേഹം കൊടുത്ത മൊഴി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇത് ആരും കാണണ്ടെന്ന് കരുതി ആ ഒട്ടിച്ച പോസ്റ്റർ പറിച്ച് പള്ളിയിൽ കൊണ്ടുപോയി വെക്കുന്നു. ആരോടും പറയുന്നില്ല. പള്ളി കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഈ സംഭവം ഉണ്ടായല്ലോ. ഈ സംഭവം ഉണ്ടായപ്പോഴാണ് ഇത് അദ്ദേഹം പോലീസിനെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. അപ്പോൾ അത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയി നിർണായകമായ വിവരമാണത്. കാരണം അവരാണ് പിന്നെ, കാരണം എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ ഒരു അംഗമാണല്ലോ ഇവർ. അപ്പോൾ ഈ പറയുന്ന സ്ത്രീയാണ്, നഈമ എന്ന് പറയുന്ന സ്ത്രീയാണ് എന്നെ ഇത് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് എന്നുള്ളൊരു മൊഴി. ഇത് വളരെ വളരെ ഡിസിസീവാണിത്. ഞാനതിനകത്ത് ഇപ്പോൾ ഈ അവസാനം പറഞ്ഞു വന്നപ്പോൾ അതിനകത്തൊരു ട്വിസ്റ്റ് ആലോചിക്കണം. ഈ പ്രതി എന്ത് ചെയ്യുന്നു, ഒരു അയൽവാസിയായ ചെറുപ്പക്കാരൻ്റെ സഹായം തേടുകയാണ്. എന്തിന്? ഭർത്തൃ സഹോദരി മോശക്കാരിയാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ചിത്രം ഒട്ടിക്കാൻ. എന്നാൽ ആ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് ഇത് ചെയ്തു?
ഇവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം എങ്ങനെ? അല്ല, നമുക്കൊന്ന് ചോദിക്കട്ടെ,